ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് വഴുതിനിങ്ങ മെഴുക്ക് പുരട്ടി. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കുന്ന രീതി തന്നെ ആവും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നൊരു രീതി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് വഴുതിനിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ വഴുതിനിങ്ങ എടുത്ത് നന്നായി കഴുകി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതിനങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും, ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയും ഉണങ്ങിയ മുളകും 2 വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കല്ലിലിട്ട് ചതച്ചിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ചതച്ചതിന് ശേഷം ബാക്കി നോക്കാം. ഉണങ്ങിയ മുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ആദ്യം ചതയ്ക്കാം. അതിന് ശേഷം അതിൽ കൂടെ തന്നെ ഉള്ളിയും കൂടി ഇട്ട് ചതച്ചാലാണ് ടേസ്റ്റ് കൂടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 5 ഉണക്കമുളകും 15 ചെറിയ ഉള്ളി 2 വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. എരിവൊന്നും കൂടുതലൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. അപ്പോൾ മുളക് ചതഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് വിധത്തിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ. അതിലൂടെ തന്നെ വെള്ളുള്ളി ഇട്ട് ചതയ്ക്കുന്നുണ്ട്. വെള്ളുള്ളി നിർബന്ധമില്ല കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ഉള്ളിയും മുളകൊക്കെ ചതക്കൽ കഴിഞ്ഞു. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ചതച്ച ഉള്ളിയും മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വഴുതനങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ എല്ലാം ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും മുളകും എല്ലാതും വഴുതനങ്ങയിൽ ഒന്ന് പറ്റി പിടിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ. എല്ലാതും എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര നേരം ലോ ഫ്ലെയിമിലാണ് കിടന്നിരുന്നത്. ഇനി സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുന്നത്. ഈ സമയത്ത് ഇതിൽ ഉപ്പൊന്ന് നോക്കട്ടെ. നമുക്ക് ഇതിൽ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്, അപ്പോൾ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, മീഡിയം ലെവലായിട്ട് ഇത് വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉടഞ്ഞാലേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളിത് കുക്ക് ചെയ്തിട്ട് 5 മിനിറ്റാണ് ആയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഉപ്പൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വയ്ക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് ഇവിടെ മക്കൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 3 മിനിറ്റ് വേവിച്ചത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കേട്ടോ, അധികമൊന്നുമില്ല. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയും വേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വഴുതിനിങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മെഴുക്ക് പുരട്ടി തന്നെ മതി ചോറ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.